ജനനായകന് സർട്ടിഫിക്കറ്റായി. അപ്പോൾ A&U സർട്ടിഫിക്കറ്റ് 3 മണിക്കൂറാണ് സിനിമ. അപ്പോൾ സിനിമ എത്രയും പെട്ടെന്ന് റിലീസാവും. അതെന്തായാലും വിജയ് ഫാൻസുകാർക്കും നമ്മൾക്കും എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ സെൻസർ ബോർഡിൻ്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ജയിച്ചോ അത് സെൻസർ ബോർഡ് ജയിച്ചോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ ജയിച്ചത് സെൻസർ ബോർഡാണ്. കാരണം എന്താ വെച്ചാൽ വെള്ളിയാഴ്ച പടം റിലീസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജയിച്ചത് സെൻസർ ബോർഡാണ്. ഞാൻ ഒറ്റ കാര്യം പറയാനുള്ളൂ, വിജയ് എന്തിനാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്? വിജയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ 90 കോടി രൂപയാണ് മൂപ്പര റെമുനറേഷൻ ഒരു സിനിമയ്ക്ക്. ഇവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി ആയാൽ 3 ലക്ഷം രൂപയാണ് മൂപ്പര ഒരു മാസത്തെ ശമ്പളം. അപ്പം 3 ലക്ഷം എവിടെ കിടക്കണം? 90 കോടി എവിടെ കിടക്കണം? ഈ ഇലക്ഷന് വിജയ് നല്ലൊരു പൈസ ഇറക്കേണ്ടതുണ്ട്. ചുരുങ്ങിയത് 1000 കോടി രൂപയെങ്കിലും നമ്മുടെ വിജയ് ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ഇറക്കേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പാദ്യത്തിലെ പകുതി മുക്കാലും മൂപ്പരിപ്പോൾ ഈ ഇലക്ഷന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞ് വന്ന ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന ശമ്പളമാണ് 3 ലക്ഷം രൂപ. ഇതിന് വേണ്ടിയിട്ടാണോ ഈ വിജയ് ഈ കഷ്ടപ്പാടൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ അറിഞ്ഞിട്ടാണ് രജനീകാന്ത് ഈ പരിപാടി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഈ 1000 കോടി രൂപ പോയി വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കഷ്ടകാലത്തിനും ഇങ്ങനെയുള്ളൊരു ചൂതാട്ടത്തിനും വിജയ് നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ ലോകം ശരിക്കും പറഞ്ഞാൽ വിജയുടെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക, തിയേറ്ററുകാരും ജനങ്ങളും ഫാൻസുകാരൊക്കെ. ഇങ്ങനെ ഇത്രയും ഫേമസായി നിൽക്കുന്ന സമയത്ത് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി രൂപീകരിച്ച് അതിന് ഇതുപോലെയുള്ള കോടികൾ ചിലവാക്കി കുറേ അണികളെ ചേർത്ത് വാർഡ് തലം തൊട്ട് എവിടം വരെ കാശെടുത്ത് എറിയണമെന്ന് അറിയാം. ഇതൊക്കെ കഴിഞ്ഞ് വന്ന് തോറ്റുണ്ടെങ്കിലോ? ഇപ്പം തന്നെ സർവേയിൽ വിജയ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2ാം സ്ഥാനത്താണ്. ഇപ്പോഴും സ്റ്റാലിൻ തന്നെയാണ് 1ാം സ്ഥാനത്ത്. അപ്പോൾ കുറേ യൂത്തന്മാരാണ് വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പിന്തുണ. പക്ഷേ സ്വല്പം പ്രായമായവർ ഒരിക്കലും വിജയിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1ാം സ്ഥാനത്ത് എത്തണം. പിന്നെ വിജയ്ക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയായത് 49 പേര് മരണമാണ്. ആ 49 പേരുടെ മരണം വിജയ്ക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുണ്ട്. ഇനി അതൊക്കെ പോസിറ്റീവായിട്ട് കൊണ്ടുവരണമെങ്കിൽ രൂപ കുറേ എടുത്ത് ഇറക്കണം. ഈ 3 ലക്ഷം ശമ്പളത്തിന് വേണ്ടിയിട്ട് വിജയ് ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയാവാൻ സിനിമ വിട്ടിട്ട് ഇറങ്ങേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ സ്വന്തം അഭിപ്രായം.